ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, കുറച്ച് പടക്കം പൊട്ടിക്കുക എന്നാണ് മെയിൻ പരിപാടി. വേറൊന്നുമല്ല, ഒരു സ്കൈ ഷോട്ട് മേടിക്കാനുള്ള പ്ലാനാണ്. തൈക്കണ്ടി കടയിൽ ഞാൻ വന്നിട്ടുണ്ട്, നമ്മുടെ എടക്കര, നമ്മുടെ മീൻ മാർക്കറ്റ് റോഡ്. ഇതാണ് ഞാൻ മേടിച്ച പടക്കം. 300 രൂപയാണ് ഈ പടക്കത്തിന്. എൻ്റെ കയ്യിത്താ പൈസ പോയി, ഓക്കെ. കത്തം പോയി. അടുത്തൊരു കേക്ക് മേടിക്കണം, ഒരു 300 രൂപ പ്ലാനില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഹെഫിൻ കേക്ക് ഉണ്ട് നമ്മുടെ എടക്കരയിൽ വരുന്നത്. പുതിയൊരു ഷോപ്പാണ്. അപ്പം എന്തായാലും കുറച്ച് വെറൈറ്റി ട്രൈ ചെയ്യാനുള്ള കേക്ക് ഒരുപാടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് മേടിച്ച് ഒതുക്കി. കാരണം 300 റുപ്പീസാണ് എൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ എഴുതിയിട്ട് അത് റഷ് ഒക്കെ ഉണ്ട് ഈ മെഫിൻ കേക്കിൽ. എന്തായാലും കേക്ക് നൈസാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നേരെ വീട്ടിൽ പോയി 12 ഷോട്ട് ഉണ്ട്. 12 മണിക്ക് മുമ്പ് തന്നെ പോയി കല്ലൊക്കെ സെറ്റ് ചെയ്ത്, ഇതാണ് എൻ്റെ കല്ല് പടക്കം പൊട്ടിക്കാൻ ടുട്ടൊക്കെ നോക്കി ഞാൻ വീട് കത്തിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഇനി 12 മണിക്ക് കാണാം ഗൈസ്. അങ്ങനെ 12 മണി ആയിരിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ബ്ലാക്ക് ഫോറസ്റ്റ് അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നു. അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. നാളത്തെ രാവിലത്തെ എന്തോ ഉപ്പേരിക്കുന്ന വഴിയുണ്ട്. ഇനി പടക്കമാണ് ഗൈസ്, പടക്കം. ലൈറ്റർ, ടോർച്ച്. ലിജി കമോൺ, ടോർച്ച് പിടിച്ചാ വരൂ. ലിജി സ്ലോ മോഷൻ പിടിച്ചു വരൂ. ഓക്കെ, ലൈറ്റ് പിടിക്കടാ. ഇട്ട് വാ വാ. അവിടെ വീട് എത്തണ പിടിച്ചതാ. പിന്നാലെ വാ. ബാത്റൂമിൽ ലൈറ്റ് ഇടിച്ചിരിക്കാൻ അതാണ് പ്രശ്നം. നമ്മളെ പ്രശ്നം അങ്ങ് അടുത്തേക്ക് വാ. അടുത്തു അമ്മ വീട്ടിക്ക് പൊട്ടിയേ. മൊബൈല് ഇത് പിടിക്കാൻ ടോർച്ച് വേണ്ടേ? മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ ടോർച്ച് ഇങ്ങനെ മൊബൈൽ നിലത്തിണ്ടേക്കാ. ഈ ഒരു പോയിന്റ്. ഓക്കെ ഗൈസ്, ഈ ലൈറ്ററിനോട് വെച്ച് ഓക്കെ കറക്റ്റ് അല്ലേ? അളകില്ലല്ലോ, ഒക്കെ സെറ്റാണ്. കത്തോണി കഴിഞ്ഞു എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഒക്കെ പൊട്ടി ഗൈസ്.